വൈക്കം തെക്കേനട സർക്കാർ സ്കൂളിലെത്തിയാൽ പൂമ്പാറ്റക്കൂട്ടങ്ങളും തേനീച്ചകളും നിറഞ്ഞ ഒരു പൂക്കാഴ്ച കാണാം. നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ വിരിയിച്ച ഓണക്കാല പൂങ്കാവനമാണ് സ്കൂൾ മുറ്റത്തെ മനോഹര കാഴ്ചയാകുന്നത്. വൈക്കം നഗരസഭയുടെ ഈ ഓണക്കാല ബന്ദികൃഷിയുടെ ആദ്യ വിളവെടുപ്പ് തുടങ്ങി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ പൂങ്കാവനം പദ്ധതിയിലെ ഓണക്കാല പൂക്കൃഷിയുടെ വിളവെടുപ്പിനാണ് തുടക്കമായത്. നഗരസഭാ ചെയർപേഴ്സൺ അബ്ദുൾ സലാം റാവുത്തർ ആദ്യ പൂവിറുത്തു. പൂങ്കാവനം പദ്ധതിയിൽ 300ഓളം ബന്ദിത്തൈകളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ നട്ടത്. അവരുടെ പരിചരണത്തിൽ 10 കിലോയോളം ബന്ദിപ്പൂക്കളാണ് ആദ്യ വിളവെടുപ്പ് സമയത്ത് വിരിഞ്ഞത്. സഹകരിച്ച മുഴുവൻ ആളുകളെയും നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. അവരുടെ പിന്തുണ നിർണായകമാണ്. നഗരസഭയുടെ ഓരോ പരിപാടികൾക്കും നഗരസഭാ അംഗങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അതുപോലെ ഈ നഗരത്തിലെ മറ്റ് എല്ലാ വിഭാഗം ജനങ്ങളും നഗരസഭയോട് വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഈ പൂക്കൃഷിയുടെ വരുമാനം കിട്ടുന്നത്. ആവശ്യക്കാർക്ക് മൊത്തമായും ചില്ലറയായും പൂക്കൾ നൽകാനാണ് തൊഴിലാളികളുടെ തീരുമാനം. അടുത്ത വർഷം മുതൽ ഓണക്കാലത്ത് നഗരസഭയിലെ 27 വാർഡുകളിലും ബന്ദിപ്പൂ കൃഷി വ്യാപിപ്പിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗദാമിനി അഭിലാഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി രാജശേഖരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ പുരുഷൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജാകുമാരി, വാർഡ് നഗരസഭാ അംഗം MR അനിൽകുമാർ എന്നിവരും മറ്റ് നഗരസഭാ അംഗങ്ങളും ആദ്യ പൂവിറുക്കാൻ എത്തിയിരുന്നു. കൃഷി അസിസ്റ്റന്റ് മേയ്സൺ മുരളി, തൊഴിലുറപ്പ് പദ്ധതി ഓവർസിയർ സൗമ്യ ജനാർദ്ദനൻ എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.